ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കോഴിക്കൂടിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ കോഴിക്കൂടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. കുറച്ചൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ ചോദിച്ചിരുന്നു വീഡിയോയിൽ. എനിക്ക് നല്ല മറുപടിയൊക്കെ കിട്ടി. അതൊക്കെ കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ പൂർത്തിയായിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഷെഡ് കാണാം. ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴിക്കൂടിൻ്റെ എക്സ്റ്റൻഷനൊക്കെ. നമ്മളെ കോഴിക്കൂട് അവിടെ വരെ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഷീറ്റ് ഇട്ട് ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ കോഴിയൊക്കെ ഫുൾ ടൈം അങ്ങ് അഴിച്ചു വിട്ടേക്കാം. നേരത്തെ കൂട്ടി കിടക്കുമ്പോൾ അവർ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. കൂടിനകത്ത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അഴിച്ചു വിട്ടാലും മഴയൊക്കെ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ നമ്മുടെ കൂട് സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഫുഡിൻ്റെ ടൈം ആയതുകൊണ്ടായിരിക്കും. നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇടിച്ച് നിൽക്കത്തില്ലേ, ഓഡിറ്റോറിയത്തിലോട്ട് കയറാൻ വേണ്ടി അമ്മാതിരിയാണ് കേട്ടോ എല്ലാവരുടെ ഫ്രണ്ട്സിൻ്റെ അവിടെ വന്ന് ഇടിച്ച് നിൽക്കുന്നത്. ഫുഡിൻ്റെ ടൈമൊക്കെ ആയി. ഞാൻ വിചാരിച്ച് ഇവരെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവരൊക്കെ സെറ്റാക്കാമെന്ന്. ഇപ്പോൾ ഇവർ കംപ്ലീറ്റ് ഫ്രീ ആണ് കേട്ടോ. രാവിലെ അങ്ങ് തുറന്നു വിട്ടാൽ വൈകിട്ട് അവരുടെ ഇഷ്ടത്തിന് അവരെ കൂട്ടി കയറി ഇരുന്നോളും. മഴ പെയ്താൽ ഓടിച്ച് കയറ്റുമോ അല്ലെങ്കിൽ ഒത്തിരി തൊളിയാവുമോ. ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭയങ്കര ഈസിയായി. ഇത്രയും കോഴികളെ ഒരു എന്താ പറയുക ഡേ ആൻഡ് നൈറ്റ് മഴയൊക്കെ ആകുമ്പോൾ ഒരു കൂട്ടിൽ അടച്ചിട്ടാൽ നമ്മളെ കൂടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചിന്തിക്കാവുന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ എന്തായാലും ഓപ്പൺ ആക്കി വിട്ടുകൊണ്ട് ആ പ്രശ്നം ഒഴിവാക്കിയിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ഈ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യാമെന്ന് അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യാമെന്നൊരിതുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി ആൾക്കാരോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, മഹാമണ്ടത്തരമാണ്, മണ്ണാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എന്താ ഇപ്പോൾ ഒരു 5 days കഴിഞ്ഞു നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട്. കൂട് എന്തൊരു ക്ലീനാണെന്ന് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. യാതൊരു അഴുക്കാട്ടെ തുളിയായിട്ട് നേരത്തെ ഉണ്ടല്ലോ ഒരു എല്ലാ ദിവസവും എനിക്ക് രാവിലെ ഇളക്കി ഇടുകയും അതുപോലെ തന്നെ വീക്ക്ലി വൺസ് ഇത് ഫുള്ള് ചേഞ്ച് ചെയ്യുകയൊക്കെ വേണമായിരുന്നു. ഇപ്പം നല്ല ക്ലീനായിട്ടാണ്. രാത്രി സുഖമായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും. എല്ലാ കൂടും നല്ല നീറ്റാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് വെള്ളം ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുക്കാറില്ല. നേരത്തെ വെള്ളം കണ്ടില്ലേ, പാത്രം കിടക്കണുണ്ടോ, അതിനകത്ത് വെള്ളം ഹാങ് ചെയ്തിടുമായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്നായിരുന്നു ഒരു വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പുറത്തോട്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും ഈ വെള്ളം വീണ് കഴിഞ്ഞാൽ ഈ അറക്കപ്പൊടി കിടക്കുന്നതിനകത്ത് കോഴിക്കാഷ്ടങ്ങളുണ്ടെങ്കിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ സ്മെല്ലടിക്കും. ഡെയിലി അത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ എനിക്കൊരു 85% എൻ്റെ വർക്കെല്ലാം ഒത്തിരി കുറഞ്ഞു. ഫുഡ് കൊടുക്കുക എന്നൊരു പരിപാടി അല്ലാതെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു അഡ്വൈസ് എന്താ വെച്ചാൽ ഇപ്പോൾ കോഴിയെ വളർത്തുന്നവരുണ്ടെങ്കിൽ ഒരു കോഴിക്കൂട് നമ്മൾ സെറ്റ് ആക്കുവാണ്. ഇതിപ്പോൾ 2 വർഷത്തോളമായി ഞാനിത് ഈ കൂടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ അത്രയും സമയം എടുത്തു എനിക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഒരുമിച്ച് ഒരിക്കലും ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് കോഴിയായാലും വളർത്തുന്നവരാണെങ്കിലും അതിന് ചുറ്റും ഒരു ഏരിയ കുറച്ച് ഒരു ഫെൻസിങ് ഇവെല്ലാം ചെയ്തിട്ട് ഒരു ഷീറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഭയങ്കര സിമ്പിളാവും കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി ഫ്രീ ആണ്. ഇവർക്ക് ഫുഡ് കൊടുക്കാനായാലും വെള്ളം കൊടുക്കാനായാലും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. രാത്രിയിലായാലും രാവിലെ അങ്ങ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ രാത്രി അവരുടെ സമയത്ത് അവർ കയറി ഇരുന്നോളും. വെള്ളമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ താറാവിനുള്ള കുളം ഞാൻ ഇപ്പോഴും ഫില്ലാക്കുന്നില്ല. കാരണം ഇവരിനകത്ത് കയറി ചാടുന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് അത് മാത്രം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് മീനിൻ്റെ കുളമാണ്. ഇതിനൊക്കെ ഒരു വെള്ളം കുടിക്കുകയും പരിപാടിയൊക്കെ ഉണ്ട്. കൂടൊക്കെ അത്യാവശ്യം നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഏണിക്സിനെ പറ്റിയൊക്കെ ഞാൻ പറയാമെന്ന്. എൻ്റെ കോഴികളൊക്കെ കുറച്ച് പേര് വിരലെണ്ണാവുന്ന ആൾക്കാരൊക്കെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് പുരോഗമിച്ചിട്ട് വേണം എനിക്കൊന്ന് കാൽക്കുലേഷനിൽ എത്താൻ വേണ്ടി. നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ നമുക്കിതിൽ നിന്ന് റെഡിയാക്കണമല്ലോ. ഒത്തിരി കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പുറയിൽ. 2 വർഷം കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തത്. അപ്പം മുമ്പോട്ട് ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. മുമ്പോട്ടും അതുപോലെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഇതിനകത്ത് എനിക്കതിപ്പോൾ ഈ ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കോഴികൾക്ക് ചൂട് ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മുമ്പോട്ട് അതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഒരു സപ്ലൈ ഒക്കെ എടുക്കണം. ഒരു ഫാനൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം. അതുപോലെ ഫുഡ് ഇപ്പം ഞാൻ പാത്തിയിലൊക്കെയാണ് കണക്ട് ചെയ്ത് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിരിക്കുന്നൊക്കെ ഉള്ള ഒരു ഫീഡിങ് സിസ്റ്റം, വെള്ളം കൊടുക്കാനൊരു ഓട്ടോമാറ്റിക് ഡ്രിപ്പ് സിസ്റ്റവും അതുപോലെ ഫീഡിങ് സിസ്റ്റവും ഒക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. അതുകൂടെ ആയാൽ നമ്മൾ ഏകദേശം സെറ്റാവും. ഇപ്പം ഞാൻ കയറിലൊക്കെയാണ് കേട്ടോ വെള്ളം തൂക്കിയിട്ടേക്കണേ. ഇതിലേക്ക് ഹുക്കൊക്കെ റെഡിയാക്കാനുണ്ട്. അതിനോടൊക്കെ ഇച്ചിരി പണിയോടൊക്കെ പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ ഫെൻസിലായെന്ന് പറഞ്ഞാൽ ഈ കോഴികൾ ഫെൻസിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിന് ഇനിയും കുറച്ച് നെറ്റൊക്കെ ഒന്ന് അടിക്കണം. അങ്ങനെ കുറച്ച് പണിയുടെ ഒരു 5% പണിയും കൂടെ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ജോലിഭാരവും കുറഞ്ഞു. നമ്മളെ കോഴികളെല്ലാം ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അതൊക്കെ എല്ലാവരും എടുത്തുകൊണ്ട് എനിക്കൊന്ന് കാണിച്ചു തരണ്ടേ. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇനി അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവാം. കുറച്ച് പേർക്ക് ഡൗട്ടുള്ള കാര്യമായിരുന്നു ഫുഡിൻ്റെ കാര്യത്തിൽ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. ഞാൻ 3 ടൈപ്പ് ഫുഡ് കൂടെ മിക്സ് ചെയ്താൽ കൊടുക്കണം കേട്ടോ. ഒന്ന് ഗ്രോവറും, ഒന്ന്
ലെയർ മാഷ് ഫേസ് 1, ഒന്ന് തവിട്. ഇപ്പം ഞാൻ ഗ്രോവറാണ് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം മുട്ടയിട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇനി നമ്മുടെ ലെയർ മാഷിലേക്ക് തന്നെ കിടക്കണം. ഇപ്പോൾ ഇത് ഓൾറെഡി കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് 3 കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഗോതമ്പുണ്ടോ അതുപോലെ അരിയോ അല്ലെങ്കിൽ ചോറൊക്കെ മിച്ചം വരുന്നതോ എല്ലാം കൂടെ ഇറക്കി കൊടുക്കാം. പിന്നെ പച്ചക്കറികളുടെ വേസ്റ്റ് ഇതെല്ലാം കൂടെ ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവർക്ക് എല്ലാം ഫുഡ് കൊടുക്കും. ഇപ്പോൾ ഇതാണ്ട് ഉച്ച കഴിഞ്ഞൊരു 3 മണി 3:30 സമയം. ഇപ്പം ഈ സമയമാകുമ്പോൾ പിന്നെ ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കും. ഇങ്ങനെയാണ് എൻ്റെ ഫുഡിന് പോകുന്നത്. പിന്നെ വെള്ളം നല്ലതായിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഇലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അവിടെ ചാക്കിക്കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇലകളൊക്കെ. ഇഷ്ടംപോലെ ഇലകൾ വെച്ച് കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത കോഴികളെല്ലാ ഇലയും തിന്നും. വാഴയിലയും അതുപോലെ പപ്പായയുടെ ഇലയും അതുപോലെ ചേമ്പിൻ്റെ ഇലയും എല്ലാ ഇലയും തിന്നും. കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. എല്ലാം കഴിച്ചോളും. ചണ്ണയുടെ ഇല ഉണ്ടല്ലോ, ഇതെല്ലാം ഇട്ട് കൊടുക്കും. എല്ലാം കഴിച്ചോളും. കൊടുക്കാത്ത പാടേ ഉള്ളൂ. ഈ ഷെഡ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വെളി വിട്ടേക്കുന്ന സംഭവങ്ങൾ ഇവന്മാരെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവന്മാരും അവരുടെ കൂടെ കിടന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവന്മാരുണ്ടല്ലോ ഫുഡ് കൊടുക്കുമ്പോഴത്തേനുണ്ടല്ലോ ഒരു കാലെടുത്ത് ചവിട്ടിയാൽ എൻ്റെ കോഴി ചത്തുവും. അതാണ് ഇവന്മാരുടെ എനർജി. അതുകൊണ്ട് ഇവന്മാരെ മാത്രം രാവിലെ അങ്ങ് പുറത്ത് വിട്ടേക്കും. ഫുഡ് മാത്രം വെളി വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. രാത്രിയാകുമ്പോൾ അങ്ങ് അകത്തോട്ട് കയറ്റും. ഇല്ലെങ്കിൽ ഇവന്മാരെ ഞാൻ ആ കൂട്ടിലിടാറില്ല. ചവിട്ടിക്കളയും. എൻ്റെ കോഴിനെ ചവിട്ടിക്കളയും കേട്ടോ. ഒന്നുകൊണ്ട് കോഴിയെ ചവിട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഇവന്മാർ എന്താ പറഞ്ഞത്, അവരുടെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇവന്മാർ ചവിട്ടുകയാണ് ചെയ്യുന്നത്. ഈ എന്നാ ഒട്ടകപ്പക്ഷിയൊക്കെ എങ്ങനെയാണ് അതുപോലെയാണ് ഈ സംഭവം കേട്ടോ. അതുകൊണ്ട് ഇവന്മാരെ ഞാൻ വെളി വിട്ടേക്കാണ്. ബാക്കി എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഇവിടുത്തെ ഇത്രയും പണി ചെയ്യുന്നതിലൂടെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് നല്ല ഒരു എന്താ പറയുക വൃത്തിയുള്ള ഒരു കോഴിക്കൂട് റെഡിയാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇത് കൂടെ ജോലിഭാരം ഒന്നാമത് എനിക്ക് കുറയ്ക്കാൻ പറ്റി. പിന്നെ രണ്ടാമത് നല്ല വൃത്തിയുള്ള കോഴിക്കൂടെന്ന് വേണേൽ പറയാം. കോഴികൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ജോലിഭാരം ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കുള്ളൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നേരത്തെ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. എല്ലാ ജോലിക്കും കഷ്ടപ്പാടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത്യാവശ്യം നല്ല എല്ലാ ജോലിക്കും കഷ്ടപ്പാട്, ഇതിനുണ്ട് കഷ്ടപ്പാട്. പക്ഷെ നമുക്ക് ഒത്തിരി അതിൻ്റെ ആ ജോലിഭാരത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ചെയ്തുകൊണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ ചാനലിനോട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മുമ്പോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒരു 1 മന്ത് കൂടെ കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ പറയാം നമ്മളെ ഈ കോഴി വളർത്തലുകൊണ്ടുള്ള ലാഭം നഷ്ടങ്ങളെല്ലാം ഒരു കണക്കുമായിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.